യേശു പറഞ്ഞു, യോനാ പ്രവാചകനിലും വലിയവനാണ് ഞാൻ. യേശുവിന് സത്യത്തെ അങ്ങനെ വലിപ്പം പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. യോന 3 രാവും പകലും മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്ന പോലെ മനുഷ്യപുത്രനും ഇരിക്കും. യോനായുടെ പ്രസംഗം കേട്ടിട്ട് നിനവേക്കാർ മനസ്സാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ, യോനയുടെ ഈ കഷ്ടകാലം കഴിഞ്ഞിട്ടൊരു ദൂത് കിട്ടി. ആ ദൂത് പറഞ്ഞപ്പോൾ നിനവേക്കാർ മാനസാന്തരപ്പെട്ടു. അവർ ഈ ലോകത്ത് വെച്ച് നശിക്കാമായിരുന്ന അവർ ഈ ദൂതിനെ രക്ഷപ്പെട്ടു. യേശു കർത്താവ് തൻ്റെ എന്നേക്കുമായുള്ള യാഗത്താൽ, ക്രൂശിലെ മരണത്താലും അടക്കത്താലും ഉയർത്തെഴുന്നേൽപ്പിനാൽ പുനരുത്ഥാനത്തിൻ്റെ ദൂത് പറഞ്ഞു മരിച്ചവരെയും ജീവിച്ചവരെയും സകലരെയും നിത്യമായി രക്ഷിക്കാൻ. നമ്മളോടൊന്ന് പറഞ്ഞു, ഓരോരുത്തരും താങ്കളെ ക്രൂശ് എന്നുള്ളതിനെ അനുഗമിച്ചു. ക്രൂശ്, കഷ്ടം, സങ്കടം, വിഷമിക്കല്ലേ, ഒരു ദൂത് തരും. ആ ദൂതിലൂടെ നിൻ്റെ ശുശ്രൂഷ വെളിപ്പെടും.